Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഉപ്പ് സത്യാഗ്രഹം. ഫസ്റ്റ് പോയിന്റ് ആണ് ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, നമുക്ക് എന്താണ് നോക്കാം. 1929 INC സമ്മേളനം, രണ്ട് INC സമ്മേളനം നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അതൊക്കെ എടുത്ത് മൂവ് ചെയ്യാം. 1929 ലാഹോറിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമ ലംഘന പ്രസ്ഥാനം തുടങ്ങി. എന്താണ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങണമെന്ന് തീരുമാനിച്ചു. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതാണ്. ഉപ്പ് ഉണ്ടാക്കുന്നതിന്, അതായത് ഇന്ത്യക്കാർ ഉപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്തോ നൽകണം, നികുതി നൽകണം. അപ്പൊ നമുക്ക് നിർമ്മിക്കാം. കടലിലെ ജലമൊക്കെ വെച്ച് നമുക്ക് ഉപ്പ് ഉണ്ടാക്കാം. ആ ഉപ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിർമ്മിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്തോ ചെയ്യണം, നികുതി കൊടുക്കണമായിരുന്നു. ഈ നികുതി, അതായത് ഉപ്പ് നികുതി ബ്രിട്ടീഷുകാർ ഇരട്ടിയാക്കി. അതായത് ഉപ്പ് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണമായിരുന്നു. ഈ നികുതി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാന്ധിജി തീരുമാനിക്കുന്നത്. അപ്പൊ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് INC തീരുമാനിച്ചു. INC 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ച് തീരുമാനിച്ചത്. അപ്പൊ ഈ ഉപ്പ് ഇന്ത്യക്കാര് നിർമ്മിക്കണമെങ്കിൽ ഇരട്ടി നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമായിരുന്നു. ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന് ഗാന്ധിജി തീരുമാനിച്ചു. അപ്പം ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് ഗാന്ധിജിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടി ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാൻ പോകുന്ന സമയത്ത് കോട്ട് പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഗാന്ധിജി ഒരു കോട്ട് നമ്മൾ പഠിച്ചായിരുന്നു. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. എന്താണ് ഗാന്ധിജി പറഞ്ഞത്? ഉപ്പ് നിയമം ലംഘിക്കാൻ പോയപ്പോൾ ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് പറഞ്ഞ ആരാണ്? ഗാന്ധിജിയാണ്. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? സത്യാഗ്രഹം അല്ലെങ്കിൽ ഉപ്പ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇക്കാര്യം പറഞ്ഞത്. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന ചെയ്യുമെന്ന് ഗാന്ധിജി പറഞ്ഞു. ഓക്കെ, 78 അനുയായികളുമായി, എത്രയാണ്? 78 അനുയായികളുമായി സബർമതി ആശ്രമത്തിൽ നിന്ന്. സബർമതി ആശ്രമം എന്താണെന്ന് അറിയാലോ, ഗാന്ധിജി ആദ്യമായിട്ട് സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം. അപ്പം 78 അനുയായികളുമായി സബർമതി ആശ്രമത്തിൽ നിന്ന് 375 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് ദണ്ഡി കടപ്പുറത്തെത്തി. എവിടെയാണ്? ദണ്ഡി കടപ്പുറത്തെത്തി. ഓക്കെ, എന്ന് പറയാം 78 അനുയായികളുമായി സബർമതി ആശ്രമത്തിൽ നിന്ന് 375 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് ദണ്ഡി കടപ്പുറത്ത് എത്തി. ഗാന്ധിജി എത്തി. എന്തിനു വേണ്ടിയിട്ട്? ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട്. 1930 ഏപ്രിൽ 6 എന്നാണ്. 1930 ഏപ്രിൽ 6. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1919 ഒരു ഏപ്രിൽ 6 പഠിച്ചായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ? കരിദിനം. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഗാന്ധിജി ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അപ്പം 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് 375 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്തു ദണ്ഡി കടപ്പുറത്തെത്തിയിട്ട് 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പെടുത്തിട്ട് ഉപ്പ് കൊണ്ട് നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ നിയമലംഘനത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, ഈ ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ 28 പേരുണ്ടായെന്ന് പറഞ്ഞില്ലേ? മലയാളികളും ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? C. കൃഷ്ണൻ നായർ. ആരാണ്? C. കൃഷ്ണൻ നായർ. ടൈറ്റസ്, രണ്ടാമത്തെ ആളുടെ പേരാണ് ടൈറ്റസ്. മൂന്നാമത്തെ ആളുടെ പേരാണ് ശങ്കരൻ എഴുത്തച്ഛൻ. ആരാണ്? ശങ്കരൻ എഴുത്തച്ഛൻ. രാഘവ പൊതുവാൾ. ആരൊക്കെയാണ്? രാഘവ പൊതുവാൾ. അപ്പൊ എത്ര പേരുണ്ട്? C. കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. അങ്ങനെ 4 പേരായിരുന്നു ഗാന്ധിജിയുടെ കൂടെ. ഈ 78 പേരിൽ 4 പേര് ഈ മലയാളികൾ ആയിരുന്നു. ഇതൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, 1929 ലാഹോറിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ എന്തു തീരുമാനിച്ചു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു
ഈ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർക്ക് നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നികുതി ബ്രിട്ടീഷുകാർ ഇരട്ടിയായി. അപ്പോൾ ഗാന്ധിജി തീരുമാനിച്ചു, എന്തുകൊണ്ടും ഉപ്പ് ഒരു സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അങ്ങനെ ഉപ്പിനെ ഒരു സമരായുധമാക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗാന്ധിജി പറഞ്ഞ ഒരു ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടി പോയപ്പോൾ ഗാന്ധിജി പറഞ്ഞ കോട്ടാണ്, ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ശരീരം ഞാൻ സമുദ്രത്തിൽ ദാനം ചെയ്യും എന്ന് പറഞ്ഞു. ആര്? ഗാന്ധിജി. ഏത് സന്ദർഭത്തിലാണ്? ഉപ്പ് നിയമം ലംഘിക്കാൻ പോയപ്പോൾ. ഓക്കെ, 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് 375 കിലോമീറ്റർ യാത്ര ചെയ്ത് ദണ്ഡി കടപ്പുറത്ത്. ഓക്കെ, ഇവിടെത്തി ദണ്ഡി കടപ്പുറത്ത് 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ഗാന്ധിജി വാരിയിട്ട് നിയമം ലംഘിച്ചു. ഉപ്പ് നിയമം ലംഘിച്ചു. ഇതിനകത്ത് ഗാന്ധിജിയോടൊപ്പം പോയ മലയാളികൾ 4 പേര്. ആരൊക്കെയാണ്? ശ്രീ കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ ആൻഡ് രാഘവ പൊതുവാൾ. ഓക്കെ, ഉപ്പ് നിയമം എന്താണെന്ന് മനസ്സിലായാലും ഈ ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം. 1930 ഏപ്രിൽ 6. അപ്പം ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ നിയമലംഘന ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു. അപ്പം ഗാന്ധിജി പോയി ഉപ്പൊക്കെ കുറുക്കിവിട്ടൊക്കെ വന്നല്ലോ. അപ്പോൾ ആ നിയമലംഘനം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു തുടങ്ങി. ഓക്കെ, വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത്, അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. അതായത് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. അപ്പൊ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ അറിയപ്പെടുന്ന പേരാണ് അതിർത്തി ഗാന്ധി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. ഓക്കെ, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. അതുപോലെ തന്നെ സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും ഈ നിയമലംഘന പ്രസ്ഥാനത്തിൽ വന്നു. ഓക്കെ, അപ്പം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. അതുപോലെ തന്നെ സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ ധാരാളം വനിതകളും ഈ നിയമലംഘന പ്രസ്ഥാനത്തിന് ഈ കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് കെ മാധവൻ നായർ, ഈ മൊയ്തു മൗലവി. അതൊക്കെയാണ് കേരളത്തിലെ ആൾക്കാരൊക്കെയാണ് കെ മാധവൻ നായർ, ഈ മൊയ്തു മൗലവി. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് കേരളത്തിലെ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ. വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. ഓക്കെ, ക്ലിയർ ആണല്ലേ? യെസ്. ഇനി ഈ ഉപ്പ് സത്യാഗ്രഹം നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ പയ്യന്നൂർ അതുപോലെ തന്നെ കോഴിക്കോടും ഉണ്ടായിരുന്നു. പയ്യന്നൂരും കോഴിക്കോടുമായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രങ്ങൾ. ഓക്കെ, എവിടൊക്കെയാണ്? പയ്യന്നൂര്, കോഴിക്കോട്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി പയ്യന്നൂർ ആരായിരുന്നു? പയ്യന്നൂർ കെ കേളപ്പൻ, കേരള ഗാന്ധി, കെ കേളപ്പൻ. നമ്മൾ നേരത്തെ ഒരു ഗാന്ധി പഠിച്ചു, അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. ഇത് കേരള ഗാന്ധി, കെ കേളപ്പൻ. അപ്പോൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ. ഈ കോഴിക്കോട് 2 സ്ഥലങ്ങളായിരുന്നു, പയ്യന്നൂർ, കോഴിക്കോട്. പയ്യന്നൂർ കെ കേളപ്പനാണ്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അതുപോലെ തന്നെ പി കൃഷ്ണപിള്ള. അതൊക്കെയാണ് കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ളയും. ഇവരെ രണ്ടുപേരെയും പോലീസ് മർദ്ദിച്ചു, അതായത് ബ്രിട്ടീഷ് പോലീസ് മർദ്ദിച്ചു. അപ്പൊ പയ്യന്നൂരും കോഴിക്കോടുമായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രങ്ങൾ. പയ്യന്നൂർ കെ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു പയ്യന്നൂര്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും അതുപോലെ തന്നെ പി കൃഷ്ണപിള്ളയും. അവരെ രണ്ടുപേരെയും പോലീസ് മർദ്ദിച്ചു. ഓക്കെ, നമ്മൾ ഉപ്പ് സത്യാഗ്രഹം അതുപോലെ തന്നെ നിയമലംഘന പ്രശ്നം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈക്കം സത്യാഗ്രഹം പഠിച്ചായിരുന്നു. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം എന്നിവ കൂടി നേടിയെടുക്കാൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഉപയോഗിച്ചു. ഓക്കെ, അപ്പം സമൂഹ സൃഷ്ടി സമൂഹത്തിന് നല്ലതായി സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും അതുപോലെ തന്നെ അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം എന്നിവ നേടിയെടുക്കാൻ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഉപയോഗിച്ചു. ഓക്കെ, 1931. ഓക്കെ, 1931 ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് നയിച്ച കാരണം? ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണം എന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരി നിരസിച്ചു. എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും കയറാനുള്ള അവകാശം ഇല്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ അഭ്യർത്ഥന
ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി നിരസിച്ചു. ഓക്കെ, അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്ന്. പക്ഷേ അവിടുത്തെ ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി അതിനെ നിരസിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കെ കേളപ്പൻ സത്യാഗ്രഹം തുടങ്ങി. നമ്മുടെ ഈ കെ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ സത്യാഗ്രഹം തുടങ്ങി. കേരള ഗാന്ധി നമ്മൾ പഠിച്ചു പയ്യന്നൂർ കെ കേളപ്പനാണ്. അപ്പം ഗാന്ധിജിയുടെ ഈ പ്രസ്താവന, ഗാന്ധിജി ഈ അഭ്യർത്ഥന സാമൂതിരി അടുത്ത് പറഞ്ഞപ്പോൾ സാമൂതിരി അത് നിരസിച്ചു. അതിന് ഇതായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. പി കൃഷ്ണപിള്ള, AKG എന്നിവരും നേതൃത്വം നൽകി. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരാണ് പി കൃഷ്ണപിള്ള, AKG, AK ഗോപാല എന്നിവരും നേതൃത്വം നൽകി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. അതൊക്കെ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. അപ്പൊ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം? ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണം എന്ന അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി നിരസിച്ചു. അത് എല്ലാ ഹിന്ദുക്കളെയും പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ക്ഷേത്രം ട്രസ്റ്റിയായ സാമൂതിരിയോട് അഭ്യർത്ഥിച്ചു. പക്ഷെ സാമൂതിരി അത് നിരസിച്ചു. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കെ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ നിരാഹാരം അനുഷ്ഠിച്ചു. ഓക്കെ, അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് പി കൃഷ്ണപിള്ള, AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ഒരു പോയിന്റ് ആണ് അംബേദ്കറും പൂന സന്ധി. അംബേദ്കർ ആരാണെന്ന് അറിയാമല്ലോ. അപ്പൊ അംബേദ്കറും പൂന സന്ധിയും. അപ്പൊ ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അംബേദ്കർ. എന്താണ്? ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾ, അതായത് സമൂഹത്തിൽ താഴെ തട്ടി നിൽക്കുന്ന ജനങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം, ഈ സമൂഹത്തിൽ താഴ്ത്തട്ട് നിൽക്കുന്ന അവരുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അംബേദ്കർ വിശ്വസിച്ചു. ഈ അധസ്ഥിതരായ ജനങ്ങളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവരെ ജീവിതശൈലി മാറൂ എന്ന് അംബേദ്കർ വിശ്വസിച്ചു. ഓക്കെ, യെസ്. ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. അപ്പൊ എന്താണ് വട്ടമേശ സമ്മേളനം? 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1930, 1931, 1932 ഇതൊക്കെയാണ് 1930, 1931, 1932 ഇങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഈ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഡോക്ടർ BR അംബേദ്കർ. എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഗാന്ധിജി ഒരു വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 1931 വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. അപ്പൊ 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഡോക്ടർ BR അംബേദ്കർ. 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഗാന്ധിജി. അപ്പം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വട്ടമേശ സമ്മേളനം എന്താ മനസ്സിലായോ? അധസ്ഥിത വിഭാഗങ്ങളെ ഉന്നമനത്തിനായി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പ്രയത്നിച്ചു. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് പറഞ്ഞു ഈ അധസ്ഥിത വിഭാഗങ്ങളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വട്ടമേശ സമ്മേളനങ്ങളിൽ പോയി ആര് പറഞ്ഞു? ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു. അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തോ തീരുമാനിച്ചു, അധസ്ഥിത വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, എന്താണ്? അധസ്ഥിത വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ കൊടുക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. അധസ്ഥിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്താൻ കാരണമാകും എന്നതുകൊണ്ട് ഗാന്ധിജി ഇതിനെ എതിർത്തു. അപ്പൊ അധസ്ഥിത വിഭാഗങ്ങൾക്ക് മാത്രം സ്പെഷ്യലായിട്ട് നിയോജക മണ്ഡലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് അവിടെ ഒറ്റപ്പെട്ടു പോകും എന്ന് ഗാന്ധിജി പറഞ്ഞു. അതുകൊണ്ട് ഗാന്ധിജി ഇതിനെ എതിർത്തു. അതായത് അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള നിയോജക മണ്ഡലം കൊടുക്കണം എന്നതിലെ ആ തീരുമാനത്തിൽ ഗാന്ധിജി എതിർത്തു. ഓക്കെ, ഈ നയത്തിനെതിരെ, അതായത് ഈ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ കൊടുക്കുന്നതിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. സെപ്പറേറ്റ് ആയിട്ടുള്ള നിയോജക മണ്ഡലങ്ങൾ കൊടുത്താൽ അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞുകൊണ്ട്
ഗാന്ധിജി അതിനെ എതിർത്തു. അതുപോലെ തന്നെ മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗാന്ധിജി അംബേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി. അംബേദ്കറാണല്ലോ ഇത് പോയി ലണ്ടനിൽ പറഞ്ഞിട്ട് എല്ലാം സെറ്റപ്പാക്കി വെച്ചത്. ഓക്കെ, അപ്പം ഗാന്ധിജി അവിടെ സത്യാഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗാന്ധിജി അംബേദ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കാനും, പ്രത്യേക നിയോജക മണ്ഡലമാണല്ലോ ഇവർ കൊടുത്തത്, ആ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുവാൻ, സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുവാനും തീരുമാനിച്ചു. അപ്പം ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ എന്താണ് തീരുമാനിച്ചത്? പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കാനും സംവരണ മണ്ഡലങ്ങൾ കൂട്ടുവാനും തീരുമാനമെടുത്തു. ഇതാണ് പൂനാ സന്ധി എന്നറിയപ്പെടുന്നത്. അപ്പം പൂനാ സന്ധി ആരൊക്കെയാണ്? ഗാന്ധിജി, അംബേദ്കർ. ഏത് വർഷമാണ്? 1932. ഓക്കെ, പാദസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന് അംബേദ്കർ വട്ടമേശ സമ്മേളനങ്ങളിൽ പോയി ബ്രിട്ടനോട് പറഞ്ഞു, ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞു. അതനുസരിച്ച് പ്രത്യേകം സംവരണ നിയോജക മണ്ഡലങ്ങൾ കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഇതിനെതിരെ, അതായത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അധസ്ഥിത വിഭാഗങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്ന് ഗാന്ധി തിരിച്ചറിഞ്ഞതോടുകൂടി ഗാന്ധിജി ഇതിനെതിരെ മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അത് പൂനെയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതുകൊണ്ടാണ് പൂനാ സന്ധി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ സന്ധിയിൽ എന്താണ് തീരുമാനിച്ചത്? പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് പകരം സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ നടത്തിയ സന്ധിയാണ് പൂനാ സന്ധി 1932. ആരൊക്കെയാണ്? ഗാന്ധിജി, അംബേദ്കറും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇത്രയും പഠിച്ച് എത്തുന്നു. ഇതൊരു ക്ലാസ്സിൽ കാണാം.